പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാർ, കുറ്റിപ്പുറം, മലപ്പുറം. ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം ശില്പശാല നടത്തി. ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചറുടെ അധ്യക്ഷതയിൽ നടന്ന ശില്പശാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് PT ഉദ്ഘാടനം ചെയ്തു. കില ഫാക്കൽറ്റി ശ്രീധരൻ മാസ്റ്റർ പരിശീലനത്തിന് നേതൃത്വം നൽകി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ AP സബാഹ്, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ ചെയർമാൻ VT അമീർ, ക്ഷേമകാര്യ ചെയർപേഴ്സൺ N ഖദീജ, ബ്ലോക്ക് മെമ്പർ KM അബ്ദുറഹ്മാൻ, ഭരണസമിതി അംഗങ്ങളായ K മാനുപ്പ മാസ്റ്റർ, K മുഹമ്മദ് അലി, സൈഫുനീസ KT, ബാലചന്ദ്രൻ K, അബൂബക്കർ, റംല സത്താർ, സുനിത KV, ഷഫീദ ബേബി, സുഭദ്ര, സെക്രട്ടറി സിന്ധു ഈശ്വർ, അസിസ്റ്റന്റ് സെക്രട്ടറി ഷാജിമോൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ, സ്ഥാപന മേധാവികൾ, പഞ്ചായത്ത് കോർഡിനേറ്റർ KK ഹംസ, ആശാ വർക്കർമാർ, CDS അംഗങ്ങൾ, ഹരിതസേനാംഗങ്ങൾ, ക്ലബ്ബ് ഭാരവാഹികൾ, സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുത്തു. ഇപ്പൊ നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ അവര് വരും, അവര് കൊണ്ടുപോകും എന്നുള്ള കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് കൂടുതലാണ് ചെയ്യുന്നത്. നമുക്ക് 50 രൂപ കൊടുത്താൽ മതി, ആ 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൊണ്ടുപോകും. ഈ രീതിയിലേക്ക് മാറുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ വന്നത്. ഈ രീതിക്കുള്ള 150 ആളുകൾ വിചാരിച്ചുകൊണ്ട് മാത്രം നമ്മുടെ പ്രദേശം വൃത്തിയായി സൂക്ഷിക്കാൻ കഴിയില്ല, ഒരു സംശയവുമില്ല. അത് നമ്മുടെ മനോഭാവത്തിൽ വരുന്ന മാറ്റമാണ്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇവിടെ നിന്ന് പോയിട്ട് അവിടെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഗൾഫ് നാട് ഒത്തിരി ആളുകളാണ്. അവിടെ ഒരു കടലാസ് പോലും ഇടാൻ പേടിക്കുന്ന ഒരു സമയമാണ് നമ്മളുള്ളത്. പക്ഷെ നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീടുകളിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ നമ്മുടെ പുതിയ സംവിധാനങ്ങളൊക്കെ ഗവൺമെന്റ് കൊണ്ടുവരാൻ നിർബന്ധിതമായത്. അതിനൊരു മാറ്റമാണ് നമുക്ക് വേണ്ടത്. ആ രീതിയിലേക്ക് ഇന്ന് നിങ്ങൾ 100 ആൾ പഠിക്കുകയാണെങ്കിൽ ആ 100 ആളുകൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ബാക്കിയുള്ള ആളുകളെ പഠിപ്പിക്കുന്ന രീതിയിലേക്ക് വരണം. ഈ ഒരു ശില്പശാലകൾ വണ്ടേ ശില്പശാലയാണ്. നമുക്കറിയാം, പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ ചായ ആയാലും ഭക്ഷണമായാലും ഒക്കെ നമ്മൾ ഇതിനു വേണ്ടി തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ സമൂഹത്തില് നമ്മുടെ ആളുകള് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊരുത്തപ്പെടണം. അത് കുറച്ച് സമയം പിടിക്കും, സ്വാഭാവികമാണ്. ശ്രീധര മാഷ് വളരെ ഭംഗിയായിട്ട് ക്ലാസ് എടുക്കും. ഇപ്പൊ ഞങ്ങൾ പലതവണ ശ്രീധര മാഷ് ക്ലാസ് കേട്ടതാ. മാഷിനെ പറഞ്ഞൊരു കാര്യം തോന്നാൻ ചിലപ്പോ കുറേ കേട്ടു. ഞങ്ങളെന്തില്ല, പല ആളുകളും മാഷ ക്ലാസ് കേട്ടായിരിക്കാം, പല തവണകളായിരിക്കും കിലയുടെ ഒക്കെ പോയി ക്ലാസ് കേട്ടതാ. അപ്പോ ഈ ക്ലാസ് കേട്ടോടുകൂടി ഇനി വരുന്ന കുറച്ച് ആളുകൾ, നമ്മൾ വന്ന ആളുകളെങ്കിലും കൃത്യമായിട്ട് നമ്മൾ ചെയ്യുക, മറ്റുള്ള ആളുകളെ പഠിപ്പിക്കാനും ആ സംവിധാനങ്ങളിലേക്ക് കടക്കുക. അതിനൊപ്പം വ്യക്തിശുചിത്വത്തിന്റെ കാര്യത്തിലും ശിശു മരണനിരക്കിലെ കുറവിന്റെ കാര്യത്തിലും സാക്ഷരതയുടെ കാര്യത്തിലും എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലാണ്. പക്ഷെ നിർഭാഗ്യവശാൽ പൊതു സമൂഹത്തിന്റെ ശുചിത്വത്തെക്കുറിച്ച് ഈ ഒരു മറ്റു മേഖലകൾക്ക് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം എന്തുകൊണ്ടോ നമ്മൾ മലയാളികൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം.